ഒറ്റ ബാങ്കും കേരളത്തിൽ ബാക്കിയുണ്ടാവില്ല. ഒറ്റ ബാങ്കും ഈ പോക്ക് പോയാൽ ഒറ്റ ബാങ്കും സഹകരണ രംഗത്ത് തോലച്ച് കുഴിച്ചു മൂടാനാണ് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ശ്രമവും. അങ്ങനെ ഒരു വാക്ക് പോലും പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ പറയാത്ത ഒരാൾ എന്നെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല. CPM-ൻ്റെ തനിനിറം പുറത്തു വന്നിരിക്കുകയാണ്. അവരുടെ പൊയ്മുഖം അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ മുഖം. ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് CPM-ഉം പിണറായി വിജയനും നടത്തുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ വിജയരാഘവൻ ഇത് സംസാരിച്ചതും ഇന്ന് വിജയരാഘവനെ പിന്തുണച്ച് CPM നേതാക്കൾ എത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു നിലപാട് CPM ഒരു കാലത്തും എടുത്തിട്ടില്ല. അത്രയും ജീർണതയാണ് ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നത്. സംഘപരിവാറിനെ ഭയന്നാണ് CPM നേതാക്കൾ ജീവിക്കുന്നത്. അതിൻ്റെ എല്ലാം പുറകിലുള്ള പ്രശ്നം. വിജയരാഘവന്റെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ഒരു വിമർശനമാണ്. അതെങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിമർശനമായി കോൺഗ്രസ് കാണുന്നു എന്നുള്ളതാണ് CPM ചോദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അല്ലല്ലോ. പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൻ്റെ പുറകിൽ ഉള്ളത് തീവ്രവാദ ശക്തികളാണ് എന്നാണ് പറഞ്ഞത്. 4,10,000 വോട്ടിന് അവർ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ സഹായത്തോടു കൂടിയാണ്. അതാണോ പറയേണ്ടത്? പിന്നെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എന്നാണ് ഇത്രയും പ്രശ്നം CPM-ന് ഉണ്ടായി തുടങ്ങിയത്? CPM പരസ്യമായി, ഞാൻ നിങ്ങൾക്ക് നോട്ടീസുകളും ബോർഡുകളുടെയും കോപ്പി കാണിച്ചു തരാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി എത്ര LDF ആളുകൾ മത്സരിച്ചിട്ടുണ്ട്? SDPI പിന്തുണയോടുകൂടി എത്ര ആളുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്? കേരളത്തിൽ 3 പതിറ്റാണ്ടായി ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടുള്ളത് LDF-നെയാണ്. ഞാനൊക്കെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും LDF സ്ഥാനാർത്ഥിയാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയോട് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി CPM-ന് വർഗീയ പാർട്ടിയായി മാറിയത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ടല്ലോ. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് എത്ര LDF സ്ഥാനാർത്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട്? ഇപ്പോൾ SDPIയുടെ പിന്തുണ ഈരാറ്റുപേട്ടയിൽ SDPIക്ക് പിന്തുണ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പിൽ? CPM-ന് ഒരു വാർഡ് കിട്ടിയത് 0 വോട്ടാണ്. CPM സ്ഥാനാർത്ഥിക്ക് 0 വോട്ട്, മുഴുവൻ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് SDPIക്ക് വരച്ചു കൊടുത്തു. എത്ര സ്ഥലത്താണ് SDPI ആയിട്ട് ചേർന്ന് ധാരണ CPM ഉണ്ടാക്കിയത്? അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി, അവരുടെ കൂടെ നിന്ന് അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടി. CPM ആണ് ഇവർക്കെല്ലാം ലേബലിടുന്നത്. CPM-ന് എന്താണ് അവർ പറയുന്നതിൻ്റെ സാങ്കത്യം? അവരുടെ കൂടെ ആയിരുന്നില്ല ഇവരെല്ലാവരും. ഇപ്പം എന്താണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ജമാഅത്ത് ഇസ്ലാമി വിരോധം, ഒരു മുസ്ലിം വിരോധം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ? അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസം CAA എന്നല്ലേ പിണറായി വിജയൻ ആവർത്തിച്ചത്? നിങ്ങൾ 35 ദിവസത്തെ ആദ്യത്തെ പ്രസംഗം എടുത്ത് നോക്ക്, പത്രസമ്മേളനം എടുത്ത് നോക്ക്. ഇപ്പം CAA കുറിച്ച് മിണ്ടല്ലോ. എന്താ CAA പോയോ? പാർലമെൻറ്റ് ഇലക്ഷനിൽ 35 ദിവസമാണ് CAA എന്ന് പറഞ്ഞത്. പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ CAA എന്ന് നാവിന്ന് വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ. ഇതൊക്കെ ആർക്കാ മനസ്സിലാകാത്തത്? മുഖ്യമന്ത്രിയുടെ പേര് വന്നു എന്ന് പറയുന്ന ഹിന്ദു ലേഖനം, അതിനുശേഷം ഈ CPM നേതാക്കളുടെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള സമീപനം സംസ്ഥാനത്ത് CPM അതിന്റെ മുഴുവൻ അജണ്ടയും മാറ്റി എന്ന് കരുതുന്നു. അതാണ് കൃത്യമായ ചോദ്യം. അതാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യം. സെപ്റ്റംബർ 11-ാം തീയതി ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു PR ഏജൻസി കൊടുക്കുന്നു. മലപ്പുറത്തെക്കുറിച്ച്, സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ചൊരു വാർത്ത അല്ലേ? 21-ാം തീയതി മുഖ്യമന്ത്രി ഇവിടെ പത്രസമ്മേളനം നടത്തുന്നു, ഇതേ കാര്യം പറയുന്നു. 29-ാം തീയതി ഹിന്ദുവിനെ കൊടുക്കുന്നു. ഒരു മാസം സെപ്റ്റംബറിൽ ഇലക്ഷൻ അല്ല, പിന്നെ ഒക്ടോബർ 4-ാം തീയതി നോർത്തിലെ ഇലക്ഷൻ നടക്കുകയാണ്, ചില സ്റ്റേറ്റിൽ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും. എന്നിട്ട് ഹിന്ദുവിൽ ആ വാർത്ത വന്നു, അതിനെ തള്ളിപ്പറഞ്ഞു, ഹിന്ദു കറക്റ്റായി പറഞ്ഞു. എന്നിട്ട് ആ PR ഏജൻസി കൊടുത്ത PR ഏജൻസി മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാത്ത വാക്ക് എഴുതി കൊടുത്ത PR ഏജൻസിക്കെതിരെ കേസ് കൊടുത്തോ? ഞാനന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു MLA-യുടെ മകൻ മുൻ MLA-യുടെ മകൻ അടുത്തുണ്ടായിരുന്നു എന്നോട്. ആ MLA-യുടെ മകനെ വിളിച്ച് പറ്റിൽ പൊതിഞ്ഞൊരു ശകാരം പോലും ഞാനറിയാതെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വാർത്ത എഴുതി കൊടുത്തെന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ സെപ്റ്റംബർ 11-നും 21-നും 29-ാം തീയതി ഒറ്റ അജണ്ടയാണ്. അതാണ് കേരളത്തിലെ, ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ കേരളത്തിലെ CPM-ൻ്റെ അജണ്ട മാറി, അതാണ് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഒരു കാര്യം CPM മനസ്സിലാക്കിക്കോ,
87 EMSC രീതി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. 87 അല്ല 2024. ഇവരങ്ങനെ എടുത്തു പൊക്കോട്ടെ, നമുക്ക് നല്ലതല്ലേ. പക്ഷെ നമുക്കുള്ള വിഷമം കേരളത്തിനെ ഇങ്ങനെ വർഗീയമായി കീറി മുറിക്കാൻ ഭരണകക്ഷിയായ CPM-ന്റെ നേതൃത്വത്തിൽ ശ്രമിക്കും. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് കൂടി അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പൊതുസമൂഹത്തിനും ആഗ്രഹമുണ്ട്. ഈ ലൈനാണോ ഇടതുമുന്നണിയിലെ ബാക്കി കക്ഷികൾക്ക് എന്ന്. ഭൂരിപക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് CPM പോകും, അങ്ങനെയാണോ? അല്ല, സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ്, ആണല്ലോ. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ, നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, അതിൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ വോട്ട് പിടിച്ച് ജയിക്കുക. ആ ഒരു ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ടയാണ്. അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം. അതല്ലേ ഡൽഹി പോയി നിങ്ങൾക്ക് ആർക്കും തന്നില്ലല്ലോ ഇവിടെ ഇന്റർവ്യൂ. നിങ്ങൾക്ക് ആർക്കും തരാത്ത ഇന്റർവ്യൂ ഡൽഹിയിൽ പോയി ദേശീയ ദിനപത്രം ഹിന്ദുവിന് കൊടുക്കുക. ഇവിടെ തരില്ല ആർക്കും ഇന്റർവ്യൂ, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നിട്ടുണ്ടോ? തന്നില്ലല്ലോ. ഡൽഹി പോയി ഇത് ഹിന്ദുവിന് കൊടുക്കുക. അപ്പം അത് അവിടുത്തെ എഡിഷനിൽ അടിച്ചു വരും. ഡൽഹിയിലെ യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ അത് വലിയ ഉപകാരമാവും. അതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യുന്നത്. നിങ്ങൾക്കൊന്നും അറിയുന്നില്ലല്ലേ. നിങ്ങൾക്ക് തരാത്തൊരു ഇന്റർവ്യൂ ഡൽഹി പോയി ഹിന്ദുവിന് കൊടുത്ത് അത് നിങ്ങൾ ചോദിക്കണ്ടേ? ശരി, ഞാൻ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് എന്താ പ്രസക്തി? പൂരം കലക്കലിന് നേതൃത്വം കൊടുത്തത് അജിത് കുമാറാണ്, ഇംപ്ലിമെന്റ് ചെയ്താണ്. CPM BJP ഗൂഢാലോചനയുടെ ഭാഗമായി പൂരം കലക്കാൻ ഇംപ്ലിമെന്റ് ചെയ്തത് ഈ ADGP ആണ്. അറിയാമല്ലോ, അയാളെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ചു. അതാണ് നമ്മളെ കളിയാക്കിയത്. ഇത് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് അയാളുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന് എന്ത് പ്രസക്തി? എന്ത് പ്രസക്തി? ഒരു പ്രസക്തിയില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ എല്ലാ കേസിലും അയാളെ രക്ഷപ്പെടും. അയാളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല പിണറായി വിജയന്. അയാളെ പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് അയാൾ RSS നേതാക്കളെ കണ്ടതും അതിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൂരം കലക്കിയത്. അപ്പോൾ ആളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ, അന്വേഷണം മുഴുവൻ പ്രഹസനമാവും. ഇപ്പം എന്താ പ്രമോഷൻ കിട്ടി അല്ലേ? പ്രമോഷൻ കിട്ടി. പോലീസ് തലപ്പത്ത് എന്താ നടക്കുന്നത്? ഒരു കൺട്രോളുമില്ല ഈ മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്. അവർ തമ്മിലുള്ള ടഗ് ഓഫ് വാറാണ്, അവർ തമ്മിൽ ചേരിതിരിഞ്ഞിട്ടുള്ള ഫൈറ്റാണ് കാണുന്നത്. ആര് പറഞ്ഞാലും ആരും കേൾക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവാണ്. പോലീസ് വഷളാവുകയാണ്, കേരളത്തിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. CPM അതിനകത്ത് വല്ലാതെ നുഴഞ്ഞു കയറിയാണ് ഈ ഉപജാപക സംഘം. ഇപ്പോൾ കണ്ടില്ലേ, കട്ടപ്പനയിൽ കാശ് ബാങ്കിലടച്ച ആൾക്ക് പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അയാളെ നടത്തി വിഷമിപ്പിച്ചു, അയാളെ ഭീഷണിപ്പെടുത്തി. മുൻ ഏരിയ സെക്രട്ടറിക്ക്, പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറിക്ക് ബാങ്കിൽ പണം ഇട്ടവൻ ചോദിച്ചു വന്നപ്പോൾ അവനെ വിരട്ടുക. ഇത് കേരളമാണോ? ഇത് നമ്മുടെ കേരളമാണോ? ഇത് കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി പണം ഇട്ടവൻ പണം ചോദിച്ച് ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി പണം ചോദിച്ചു വന്നപ്പോൾ അയാളെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ, ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ആൾ ഭീഷണിപ്പെടുത്തുക നിക്ഷേപകനെ. ഈ കേരളത്തിൻ്റെ സഹകരണ രംഗത്തിന് അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് CPM. എന്നിട്ട് പറയും സഹകരണ രംഗം കേരളം ഇതുവരെ കാണാത്ത പ്രതിസന്ധി നേരിടുക. ആ സമയത്ത് എല്ലാ ബാങ്കും പിടിച്ചെടുക്കുക, UDF-ന്റെ കയ്യിലുള്ളത്, പോലീസിനെ വിടുക, ഗുണ്ടകളെ വിടുക, ക്രിമിനലുകളെ വിടുക. നന്നായി നടക്കുന്ന കോൺഗ്രസ് UDF ബാങ്കുകളിൽ 65 എൻക്വയറി, 80 എൻക്വയറി. എന്നിട്ട് പിറ്റേ ദിവസം CPM ലോക്കൽ കമ്മിറ്റി അങ്ങോട്ട് പ്രകടനം നടത്തുക, ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി കളയുക. ഒറ്റ ബാങ്കും കേരളത്തിൽ ബാക്കിയുണ്ടാവില്ല. ഒറ്റ ബാങ്കും ഈ പോക്ക് പോയാൽ ഒറ്റ ബാങ്കും സഹകരണ രംഗത്ത് തോലച്ച് കുഴിച്ചു മൂടാനാണ് ഈ ഗവൺമെന്റിന്റെ എല്ലാ ശ്രമവും. അതിന്റെ ബാക്കി പത്രമാണ് ഈ കട്ടപ്പനയെ കണ്ടത്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ MR അജിത്കുമാറിന്റെ പ്രമോഷൻ നൽകിയ നടപടിക്കെതിരെ സമ്മേളന പ്രതിനിധികളൊക്കെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അത് അവരുടെ പാർട്ടിയിലെ ആഭ്യന്തരമായിട്ടുള്ള കാര്യം. ചോദിക്കാനും ഒക്കെ ധൈര്യമുള്ള ആളുകൾ ഉള്ളത് വലിയ അത്ഭുതമാണ്. അതിനൊക്കെ ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്കെതിരെ വിമർശിച്ചതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, എന്നെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും. അദ്ദേഹം പറഞ്ഞോട്ടെ, അതിനെന്താ കുഴപ്പം? എനിക്കെന്താ കുഴപ്പം? അല്ലല്ല, ഞാൻ അതിനെതിരായിട്ടൊന്നും പറയില്ല.
ഞാനെതിരായിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്നെ വിമർശിച്ചവരെ തിരിച്ചു മറുപടി കൊടുക്കലല്ല എൻ്റെ ജോലി. എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവർ വിമർശിച്ചോണ്ട്. പിന്നെ ഇതൊക്കെ ആളുകൾ വിലയിരുത്തുന്നല്ലോ. എൻ്റെ നാവിൽ നിന്നാണോ വേണ്ടാത്തത് വരുന്നത്, ആരുടെ നാവിൽ നിന്നാണ് വേണ്ടാത്തത് വരുന്നത് നോക്കണ്ടല്ലോ. അങ്ങനെ ആളുകൾ ചെയ്യോ? ആളുകളെല്ലാം വിലയിരുത്തില്ല, മലയാളികളെല്ലാം വിലയിരുത്തുന്നുണ്ടല്ലോ. അത് ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എന്നെ ആര് വിമർശിച്ചാലും എനിക്ക് യാതൊരു വിരോധമില്ല, വിമർശിച്ചു. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം താങ്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് സാമുദായിക നേതാക്കന്മാർ പ്രസ്ഥാനം നടത്തുന്നതിൽ ഒരു അസ്വാഭാവികതയില്ലേ? സ്വാഭാവികം. പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാലക്കാടത്തെ തെരഞ്ഞെടുപ്പും വയനാടിലെ തെരഞ്ഞെടുപ്പും UDF ഉജ്ജ്വലമായ വിജയമുണ്ടായി. ആ വയനാട് ഭൂരിപക്ഷം കൂടി, 5 ഇരട്ടി ഭൂരിപക്ഷം പാലക്കാട് കൂടി. 40,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ചേലക്കരയിൽ 12,000 കുറഞ്ഞു. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഞങ്ങൾ തുടർച്ചയായി നേട്ടങ്ങൾ, ലോക്കൽ ബോഡി ബൈ ഇലക്ഷൻസിൽ വലിയ റിസൾട്ട് UDF അനുകൂലമായിട്ട് വരുന്നു. തൃക്കാക്കരയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി, ഇരട്ടി ഭൂരിപക്ഷം. പുതുപ്പള്ളിയിൽ 4 ഇരട്ടി ഭൂരിപക്ഷം ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ കിട്ടി. ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് UDF കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ടാർഗറ്റ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് UDF നേതൃത്വ നിരയിലുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് UDF ആക്രമിക്കുന്നതിന് പകരം വ്യക്തിപരമായി എന്നെ ആയിരിക്കും ആക്രമിക്കുന്നത്. പക്ഷെ ഞാനതിനെ വ്യക്തിപരമായിട്ടല്ല നേരിടുന്നത്. ഞാനതിനെ UDF ചെയർമാനായി UDF നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള നിലയിലേ എനിക്കതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. വ്യക്തി എന്നുള്ള നിലയിൽ മറുപടി പറയാൻ പറ്റില്ല. വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എന്തെല്ലാം മറുപടി ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും. ഞാൻ UDF എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ UDF 2026 തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പാർട്ടി UDF ഏൽപ്പിച്ചത്. അപ്പോൾ അതനുസരിച്ചുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സമുദായങ്ങളുമായിട്ടും ഒരു മതസംഘടനകളുമായിട്ടും UDF ഒരു പ്രശ്നമില്ല. ഒരാളുമായിട്ടും ഒരു വിഷയമില്ല, ഒരാളുമായിട്ടും ഒരു പ്രശ്നമില്ല. അവർക്ക് ആർക്ക് ഗൗരവമുള്ള ന്യായമായ ഒരു ആവശ്യം വന്നാലും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അത്രയേ ഉള്ളൂ കാര്യം. അതിനപ്പുറത്തേക്കൊന്നും അതിന് രാഷ്ട്രീയവും മതവും ഒരു പരിധി വിട്ട് കൂട്ടിക്കലർത്താനും ഞങ്ങൾ ശ്രമിക്കില്ല. ഞങ്ങളുടെ പൊസിഷനിങ് കറക്റ്റാണ്. ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായും ഞങ്ങൾ എടുത്തിരിക്കുന്ന സെക്യുലർ പൊസിഷനാണ്. അതിൽ ജീവനുണ്ടെങ്കിൽ അതിൽ വെള്ളം ചേർക്കില്ല. അതാണ് പൊളിറ്റിക്കൽ പൊസിഷനിങ്. അത് ഓരോരുത്തരെ കാണുമ്പോൾ ഓരോ ആംഗിളിലായിരിക്കും കാണുന്നത്. അത് അവരെയാണ് കാണുന്നത്. അതല്ലാതെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ പറയുന്നത്, അല്ലെ ശരിയായിട്ടാണോ പറയുന്നത് ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ഒരു വാക്ക് പോലും നേരിട്ട് പോലും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പത്രസമ്മേളനത്തിൽ കൂടി പോലും ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് പോലും പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ പറയാത്ത ഒരാൾ എന്നെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മറുപടി അത്രയില്ല. ഞാൻ പറഞ്ഞത്ര മറുപടിയുള്ളൂ. കാരണം എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരും കൂടി ഞാൻ ഭയങ്കര സംഭവമാണ്, മറ്റാളും മറിച്ചാണെന്ന് സ്തുതിഗീതം പാടിയാൽ ഞാൻ നശിച്ചു. നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളത് വിലയിരുത്തുക, നിങ്ങളെല്ലാവരും വിലയിരുത്തുക. പൊതുസമൂഹം ഉണ്ടല്ലോ, ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തെക്കുറിച്ച് വലിയ വിശ്വാസമുള്ള ഒരാളാണ്. ആ പൊതുസമൂഹം അത് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അതെന്താ ഞാൻ കോൺഗ്രസ് നേതാക്കളെ എല്ലാവരുമായിട്ടും ബന്ധമുള്ളവരാണ്. ഞാൻ അന്ന് പറഞ്ഞല്ലോ, അത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ അവരുടെ പരിപാടിക്ക് വിളിക്കുന്ന പറയുമ്പോൾ നമുക്ക് സന്തോഷമില്ലേ. കോൺഗ്രസ് നേതാക്കന്മാർ എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ. എന്നെ എത്രയോ സ്ഥലത്ത് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ശിവഗിരിയിലെ കാര്യമാണ് പറഞ്ഞത്. ശിവഗിരിയിലെ തീർത്ഥാടന സമ്മേളനത്തിലെ മുഖ്യാതിഥി ഞാനാണ്. എന്നെ അവിടെ വിളിച്ചിട്ടുണ്ടല്ലോ. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഹിന്ദുമത കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. SYS സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ, അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ക്രൈസ്തവ ഡിനോമിനേഷൻ എല്ലായിടത്തും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും വിളിക്കും. കോൺഗ്രസ്സുകാരെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ സന്തോഷിക്കല്ലോ വേണ്ടത്. എല്ലാവരും കൂടി എല്ലാവരും പോവുക, എല്ലാ സ്ഥലത്തും എല്ലാവരുമായിട്ട്. എനിക്ക് ഒറ്റയ്ക്ക് മാത്രം അങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുത്തിക്കാൻ പറ്റും. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നല്ലേ ബന്ധം ഉണ്ടാക്കുന്നത്. ആ ബന്ധങ്ങളുണ്ടാക്കുക, ആ ബന്ധങ്ങൾ നിലനിന്ന് പോകണ്ടേ. എല്ലാവരും കൂടി ശ്രമിക്കുമല്ലോ. എത്ര പേര് എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഞങ്ങളൊരു കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ. ആരെയും മാറ്റി നിർത്തിയിട്ടുള്ള ലീഡർഷിപ്പ് അല്ലല്ലോ. എല്ലാവരും ഉണ്ടല്ലോ, ഒരുമിച്ചല്ലേ. നിങ്ങളാണ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നത്.
വ്യക്തിപരമായി ഇപ്പൊ പറഞ്ഞ അഹങ്കാരിയാണ്, നിലവാരമില്ലാത്ത ആളാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത ആളാണ്, അങ്ങനെ ഒട്ടേറെ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. താങ്കൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ്, UDF-ന്റെ ചെയർമാനാണ്, പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ ഇത്രയും രൂക്ഷമായ വിമർശനം താങ്കൾക്കെതിരെ ഒരു സമുദായ നേതാവ്, ഒരു സംഘടനാ നേതാവ് ഉന്നയിക്കുമ്പോഴും കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോലും അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന് മറുപടി പറഞ്ഞല്ലോ. വേറെ ആരോടും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. വേറെ ഇതൊക്കെ ഇവരുടെ ഏത് കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്തിനാണെന്ന്. അത് നമ്മൾ മനസ്സിലാക്കി ഞങ്ങൾ ബുദ്ധിപൂർവ്വമാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകണം. ഇത് ഇലക്ഷൻ ഇയർ ആണെന്ന് ഞങ്ങൾക്കറിയാം. ഒരാളും അവരോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളും. ബസ്സേല് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ മറുപടി ഞാൻ വിമർശനത്തിന് അതീതനല്ല എന്നാണ്. എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അഹങ്കാരമാണോ? അത് അഹങ്കാരമാണോ? അപ്പോൾ നമ്മളെ വിമർശിക്കുന്നവൻ്റെ മെക്കിട്ട് കയറുന്നതല്ലേ അഹങ്കാരം എന്ന് പറയുന്നത്. അയാളെ വല്ല ചീത്ത പറയുക, ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നമ്മളെ വിമർശിക്കുന്നവരെ ചീത്ത വിളിക്കുക, എടോ ഗോപാലകൃഷ്ണ എന്നൊക്കെ വിളിച്ച പോലെ സംസാരിക്കുക, അങ്ങനെയൊന്നും നമ്മൾ പറയില്ലല്ലോ. നമ്മളൊന്നും അങ്ങനെയൊന്നും പറയില്ലല്ലോ. നമ്മളത് അങ്ങനെയല്ലല്ലോ ശീലിച്ചിട്ടുള്ളത്, അങ്ങനെയൊന്നും പറയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയിൽ കാര്യമുണ്ടെങ്കിൽ നമ്മളത് ഗൗരവമായിട്ട് അത് പരിശോധിച്ച് കറക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, നമ്മളെല്ലാവരും 100% പെർഫെക്റ്റ് ആണ്. പലരും ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും ഇപ്പം എനിക്ക് തന്നെ എന്തോരം മാറ്റം ഉണ്ടായി, എന്തോരം ചേഞ്ച് നമുക്കുണ്ടായി, പല രീതിയിലും മാറ്റം ഉണ്ടാവില്ല. അത് എല്ലാവർക്കും വേണം, എല്ലാവരും വേണം. അങ്ങനെയല്ല എല്ലാവരും പറയുന്നത് കേട്ടാണ്. പിന്നെ അത് പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണോ, വ്യക്തിപരമായി ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണോ എന്നൊക്കെ അതൊക്കെ പൊതുസമൂഹം വിലയിരുത്തട്ടെ. ഇത്രയേ ഉള്ളൂ. ശരി. ഈ ഗവൺമെൻറ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് 1400ഓളം പേര് ക്ഷേമ പെൻഷൻ മേടിച്ചു. എന്തൊരു ഗുരുതരമായ കുറ്റകൃത്യമാണത്. ഈ 1400 പേരുടെ പേര് എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സർക്കാർ? ഞങ്ങളതിനെ നിയമപരമായി നേരിടാൻ പോവാം. ഏറ്റവും ക്രിമിനലുകളെന്ന് ഞാൻ അവരെ വിളിക്കും. കാരണം പാവപ്പെട്ടവന് കിട്ടേണ്ട, ഏറ്റവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവന് പെൻഷൻ കവർന്നെടുത്ത ഉദ്യോഗസ്ഥന്മാർ, ഇവനെയൊക്കെ പിരിച്ചുവിടണം സർവീസിൽ നിന്ന്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. പിരിച്ചുവിടണം, സസ്പെൻഷനല്ല, പിരിച്ചുവിടണം സർവീസിൽ നിന്ന്. അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടണം. എന്നിട്ട് ആ പേരുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുക സ്വന്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തക്കാരെ സംരക്ഷിക്കാൻ ഏറ്റവും വലിയ വൃത്തികേട് അല്ലേ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കണ്ടിട്ട്. എന്തൊരു തോന്നിയാസമാണ്. സർക്കാർ ശമ്പളം മേടിച്ചതിൻ്റെ ഇടയിൽ ഇത് എഴുതി മേടിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കേട്ടുകേൾവിയുണ്ട്. എന്നിട്ട് അവരെ മുഴുവൻ സംരക്ഷിക്കുക. അവരെ നിന്ന് പൈസ തിരിച്ച് മേടിച്ചിട്ട് അവരെ വെറുതെ വിടാനുള്ള തീരുമാനം. വെറുതെ വിടൂല, ഒരു കാരണവശാലും വെറുതെ വിടില്ല. അവരുടെ പുറകെ ഞങ്ങളുണ്ട്.